അത്യാവശ്യം ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ ജോളി തോമസനാണ് ഈ വിഷയത്തിൽ സംസാരിക്കാനായി നമ്മളോടൊപ്പമുള്ളത്. പ്രേക്ഷകർക്കും തത്സമയം ഈ പരിപാടിയിലേക്ക് വിളിക്കാൻ നമ്പർ 0484170708. പ്രത്യേകം ഓർക്കുക, ലാൻഡ് ഫോണിൽ നിന്ന് മാത്രമേ ഈ നമ്പറിലേക്ക് വിളിക്കാൻ സാധിക്കൂ. ഡോക്ടർ, അടുത്ത കാലത്തായി വന്ധ്യതയും അബോർഷനും കൂടി വരികയാണ്. എന്താണ് ഇതിന്റെ കാരണം? ബേസിക് ലൈഫ് സ്റ്റൈലിന് ചേഞ്ച് കൊണ്ടാണ് ഇപ്പം കൂടുതലായിട്ട് വന്ധ്യതയ്ക്കാണെങ്കിലും അതുപോലെ അബോർഷൻസ് ആണെങ്കിലും കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു മെയിൻ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ചേഞ്ചാണ്. അപ്പം വന്ധ്യതയെ സംബന്ധിച്ചിടത്തോളം മാരേജ് ടൈം, ലേറ്റ് മാരേജും അതുപോലെ തന്നെ കപ്പിൾസ് ദമ്പതികൾക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള സമയവും സാഹചര്യവും കുറഞ്ഞു പോകുന്നതാണ്. അതുപോലെ തന്നെ അബോർഷനും ഈ റീസൺസ് ഒരു പരിധിവരെ ഏജ് കൂടുമ്പോൾ പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ നാച്ചുറലി അബോർഷനുള്ള ചാൻസ് കൂടുകയാണ്. അതായത് ഒരു 30-35 കഴിയുമ്പോഴേക്കും അബോർഷന്റെ ചാൻസ് ഒരു ലേഡിയിൽ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഈ അൺപ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസും അത് ഇൻഡ്യൂസ്ഡ് അബോർഷൻ ബേസിക്കലി വരുന്ന 2 ടൈപ്പാണ്. ഒന്ന് ഇൻഡ്യൂസ്ഡ് ആയിട്ട്, അതായത് അൺവാണ്ടഡ്, നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അല്ലെങ്കിൽ വേണമെന്ന് ആഗ്രഹിക്കാതെ ഇരുന്നിട്ട് വേണ്ടാന്ന് മനഃപൂർവ്വം വയ്ക്കുന്നത്. പിന്നെ ഒന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടാണെങ്കിലും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പം ചിലപ്പം ബ്ലീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ വളർച്ചയില്ലാതെ വരുമോ, അല്ലെങ്കിൽ 3-4 മാസമായി കഴിയുമ്പം വളർച്ച ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് അബോർഷൻ പ്രസവിക്കുക, അതുപോലെ വയറ്റിൽ കിടന്ന് കുഞ്ഞ് മരിച്ചു പോവുക, അങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ട് അബോർഷൻ വരാറുണ്ട്. ഡോക്ടറിന് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള 2 തരത്തിലുണ്ട്, ഗർഭം അലസലും അലസിപ്പിക്കലും. ഈ പ്രോസസ് ഒന്ന് കൃത്യമായിട്ട് വിവരിക്കാൻ സാധിക്കും? ഗർഭം അലസിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പ്രഗ്നൻസി കൊച്ചിന്റെ ഗർഭപാത്രത്തിൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം അത് കപ്പിൾ ഭാര്യ അമ്മയുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ ആഗ്രഹം അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത്, വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു സാഹചര്യം. അതിപ്പം ടീനേജ് അൺമാരീഡ് പ്രഗ്നൻസി, പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പ് വെച്ച് വരുന്നത്, അങ്ങനെ വരാം. അതുപോലെ തന്നെ കപ്പിൾ മാരീഡ് ആയിട്ടുള്ളവരിലാണെങ്കിലും ഒരു കുഞ്ഞുണ്ടായി ഒരു 3-4-5 മാസം ആകുമ്പോൾ തന്നെ അടുത്ത പ്രഗ്നൻസി വരിക. അപ്പം അവർ എക്സ്പെക്ട് ചെയ്തിരുന്നതല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴും പലപ്പോഴും അബോർഷന്റെ ദമ്പതികൾ ചോദിക്കാറുണ്ട്. പിന്നെ വരാവുന്ന നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചിക്കൻ ബോക്സ് അതുപോലെയുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിന് കഞ്ചിന്റെ അനോമലീസ് വരാൻ ചാൻസ് ഉണ്ട് എന്നിട്ട്. പിന്നെ ചിലർ പ്രഗ്നന്റ് ആണെന്ന് അറിയാതെ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്ന സാഹചര്യം വന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പം കുഞ്ഞിന് അബ്നോർമാലിറ്റി വരാം എന്നുള്ള ഒരു പ്രോബ്ലം കൊണ്ടും ചിലപ്പം വേണ്ടാന്ന് വയ്ക്കാനുള്ള ഇതുണ്ട്. പിന്നെ വേറൊരു സാഹചര്യത്തിൽ കൊച്ചിന് വളർച്ച ശരിയാവുന്നില്ല, അപ്പൊ സ്കാൻ ഫൈൻഡിംഗ് ആയിട്ട് കൊച്ചിന് എന്തെങ്കിലും കഞ്ചിറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ട്, അപ്പം പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിന് ഒരു വൈബിൾ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ജന്മവൈകല്യങ്ങളോടെ ആയിരിക്കും ഉണ്ടാവും എന്നറിയുന്ന ഒരു സാഹചര്യത്തിലും ചിലപ്പോൾ അബോർഷൻ വേണ്ടി വരാറുണ്ട്. ഇടുക്കിയിൽ നിന്ന് രമ്യ എന്നൊരു പ്രേക്ഷക. രമ്യ, ഡോക്ടറോട് സംശയം ചോദിക്കാം. ഹലോ ഡോക്ടർ, ഞാൻ രമ്യെന്ന് പറയുന്നതായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3.5 വർഷമായേ. അന്നേരം നിലവില് ഇപ്പൊ 3 പ്രാവശ്യത്തെ അബോർഷനായി. ആദ്യത്തെ ഒരു 3-4 മാസമായപ്പോഴേ പ്രഗ്നന്റ് ആയി. അത് 2.5 മാസമായപ്പോഴേ അബോർഷനായി പോയി. അതിനുശേഷം ഡോക്ടർ പറഞ്ഞിട്ട് ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ്സുകളൊക്കെ കഴിച്ചു. അതിനുശേഷം 7 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രഗ്നന്റ് ആയി. അതൊരു 5 മാസം അത് കഴിഞ്ഞപ്പം പിന്നെ അബോർഷനായി പോയി. അത് സ്കാനിങ് നോക്കോ ചെക്ക് ചെയ്യുകയും ചെയ്തു? സ്കാനിങ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം 2 മാസം കഴിഞ്ഞപ്പോ ഒരാഴ്ചത്തെ വളർച്ച കുറവുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ പിന്നെ എന്നാലും അത് കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4-5 മാസം വരെ ഡോക്ടർ സ്കാനിങ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പോവായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കൊച്ചിന്റെ അസ്ഥികളൊക്കെ ഓവർലാപ്പ് ചെയ്താണ് ഇരിക്കുന്നത്, ഫ്ലൂയിഡ് കുറവാണ് എന്നൊക്കെ പറഞ്ഞാൽ നിലവിൽ സ്കാൻ ചെയ്തപ്പോ അബോർട്ട് ചെയ്തിട്ടാവുന്നത്. കുഞ്ഞിന് വളർച്ച ഉണ്ടായിരുന്നോ? കാണാൻ മാത്രം ഉണ്ടായിരുന്നോ? വളർച്ചയില്ല എന്നാണ് നിലവിൽ പറഞ്ഞത്. കൊച്ചു പ്രസവിപ്പിക്കുമായിരുന്നു? അല്ല, അത് ഡിയാൻസ് ചെയ്തു. എന്നിട്ട് കുറച്ച് പോർഷൻ പിന്നെയും വയറ്റിൽ കിടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് 2 മാസം കഴിയുമ്പം മെഡിക്കൽ കോളേജിലൊക്കെ പോയാണ് അത് റിമൂവ് ചെയ്തത് ആ പോർഷൻ. അത് കഴിഞ്ഞ് പിന്നെ
കുറച്ച് നാളൂടെ കഴിഞ്ഞപ്പം പിന്നെ മൂന്നാമത് പ്രഗ്നന്റ് ആയി. മൂന്നാമത് പ്രഗ്നന്റ് ആയത് ഒരു 2-2.5 മാസമായി കഴിഞ്ഞപ്പം കുറച്ച് ഫ്ലൂയിഡും ബാക്കി കുറച്ചുള്ളൂ, ഒരു കുട്ടിയുടെ രൂപം പോലും ഇല്ലാന്നാണ് പറഞ്ഞത്. അപ്പൊ നിലവില് ഇങ്ങനെ വരുന്നത് ഡോക്ടർമാരോട് പലരോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോട് പറഞ്ഞത് പോലും നിലവിൽ പ്രശ്നമൊന്നും ഇല്ലാന്ന് അവർ പറയുന്നത്, കാണുന്നില്ലെന്ന്. അപ്പൊ ഞങ്ങളിങ്ങനെ അതിനെന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടതെന്ന്. ഇതിൽ നമുക്ക് മോളുടെ ഇപ്പൊ രണ്ടാമത്തെ 5 മാസം വരെ തുടർന്നിരുന്നെങ്കിലും അത് 2 മാസം ആയപ്പോ തന്നെ വളർച്ച കുറവ് കാണിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി അത് 5 മാസത്തെ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. അപ്പം സാധാരണ നമ്മളിങ്ങനെ ഇപ്പം ഒരു പ്രഗ്നൻസി പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വന്നതെന്ന് നോക്കാനായിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വരാവുന്നത്. ഒന്ന് ഹോർമോണൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം. പിന്നെ എന്തെങ്കിലും കൺജന്റ് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ടോർച്ച് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന നമ്മൾ പൂച്ച എന്നൊക്കെ പകരുന്ന ചില ഒരു ടോക്സോപ്ലാസ്മോസിസ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളുണ്ട്. അപ്പൊ അതിലാണെങ്കിലും അമ്മയ്ക്ക് പ്രത്യേക രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് കൊച്ചിനെയായിരിക്കും ബാധിക്കുക. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ടാണ് എന്നുള്ള പിന്നെ ചിലർക്കുണ്ട് APLS സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ കുഞ്ഞിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതിനാണെങ്കിലും നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ ഈ ഇങ്ങനത്തെ ടെസ്റ്റുകൾ നോക്കി അതിലേതാണെന്ന് ഇപ്പൊ നമുക്ക് പുറമെ നോക്കുമ്പോൾ പലപ്പോഴും എന്താ രോഗം, ഇപ്പം യൂട്രസിന് പ്രോബ്ലം ഉണ്ടാവില്ല, ഓവറിക്ക് പ്രോബ്ലം ഉണ്ടാവില്ല, വെറുതെ പരിശോധനയൊന്നും കാണാൻ പറ്റില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചില ബ്ലഡ് ടെസ്റ്റുകൾ നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹസ്ബൻഡ് നെക്സ്റ്റ് പ്രഗ്നന്റ് ആകുന്നതിന്റെ മുമ്പ് നിങ്ങൾ രണ്ടുപേരുടെയും ബേസിക് ഒരു ടെസ്റ്റ് നോക്കി എന്തെങ്കിലും കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യണം. പിന്നെ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പുള്ള സമയത്താണെങ്കിലും ഈ ഫോളിക് ആസിഡ് മാത്രമല്ല, നിങ്ങൾക്കിപ്പം 3 പ്രാവശ്യം ആയ സ്ഥിതിക്ക് ബാക്കി വേറെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെന്നും ഫോളിക് ആസിഡ് കൂടാതെ മറ്റ് പല വൈറ്റമിൻസും മിനറൽസും കൊച്ചിന്റെ ഗ്രോത്തിന് ആവശ്യമായി വരാം. അപ്പം നമുക്ക് ജന്മന എന്തെങ്കിലും വൈറ്റമിൻസോ മിനറൽസോ അബ്സോർവ് ചെയ്യാനുള്ള, ഇപ്പം നമുക്ക് മറ്റുള്ളവർക്കില്ലെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ചിലപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് വരാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് അഫക്ട് ചെയ്യുന്നതുകൊണ്ടാണെങ്കിൽ അത് കവർ ചെയ്യാനായിട്ട് നമുക്ക് ലോ ഡോസായിട്ട് മൾട്ടി വൈറ്റമിൻസ് മിനറൽസ് 2 പേരും. ഇപ്പം ഗ്രോത്ത് വരാതെ ഇരിക്കുന്നത് പലപ്പോഴും ബീജത്തിന്റെ അല്ല അണ്ടത്തിന്റെ ബീജം അണ്ടവും കൂടെ ജോയിൻ ചെയ്താണല്ലോ എംബ്രിയോ ഉണ്ടാകുന്നത്. ആ എംബ്രിയോയ്ക്കുള്ള എന്തെങ്കിലും ഹെൽത്ത് കുറവുണ്ടാകാം, അല്ലെങ്കിൽ അമ്മയിൽ അതിനുള്ള സാഹചര്യങ്ങളിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇതിലേതാണെങ്കിലും നമ്മൾ കറക്റ്റ് ചെയ്ത് പിന്നെ ഏറ്റവും ബെസ്റ്റ് അറ്റ്മോസ്ഫിയർ കൊടുക്കുക കൊച്ചിന് വളരാനായിട്ട്, അല്ലെങ്കിൽ ആ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് തന്നെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത്. ഇടുക്കിയിൽ നിന്നും രമ്യ എന്ന പ്രേക്ഷകയാണ് വിളിച്ചത്. ഡോക്ടർ, ഒരിക്കൽ ഗർഭം അലസിപ്പിച്ചാൽ ഭാവിയിൽ വന്ധ്യത വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു, അത് ശരിയാണോ? ഗർഭം അലസിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ച് എടുത്തു കളയുന്ന ഇത് വരുമ്പോൾ അത് ഏത് രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഇപ്പം വളരെ